മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന് കെഎസ്യു പ്രവർത്തകയെ അപമാനിച്ചെന്ന ആരോപണത്തിൽ അന്വേഷണത്തിന് ഉത്തരവ്. മിവ ജോളിയെ കയ്യേറ്റം ചെയ്തെന്ന കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ പരാതി തൃക്കാക്കര എസിപി അന്വേഷിക്കും. കൊച്ചി ഡിസിപിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, കൂടുതൽ വിവരങ്ങൾ. ധന്യ, ഇന്നലെയാണ് കെഎസ്യു എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറിയായ മിവ ജോളിക്ക് നേരെ അപമാനിക്കുന്ന രീതിയിലുള്ള സംഭവം ഉണ്ടായത്. ഇന്നലെ ഉച്ച കഴിഞ്ഞ് മുഖ്യമന്ത്രി പോകുന്ന സമയത്ത് കളമശ്ശേരിയിൽ വെച്ചാണ് ഇവർ കരിങ്കൊടി കാണിച്ചത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ അനാസ്ഥയ്ക്കെതിരെയായിരുന്നു കരിങ്കൊടി കാണിക്കൽ. എന്നാൽ ഇവർ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു വനിതാ പ്രവർത്തക ഉണ്ട് എന്ന് പോലീസ് തിരിച്ചറിയുകയും എന്നാൽ ഈ വനിതാ പോലീസിനെ വിളിച്ചു വരുത്താൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ മുഖ്യമന്ത്രി എത്തുന്നതിന് മുമ്പ് വനിതാ പോലീസ് എത്തുകയുണ്ടായില്ല. ഈ സാഹചര്യത്തിൽ ഈ മിവ ജോളി ഇറങ്ങി കരിങ്കൊടി കാണിച്ചപ്പോഴാണ് പോലീസുകാർ തടഞ്ഞത്. തുടർന്ന് കളമശ്ശേരി സിഐ ആയ സന്തോഷ് ഇവിടെ എത്തി അവരെ കോളറിന് പിടിച്ച് മാറ്റുകയും മറ്റും ഉണ്ടായി എന്നാണ് പറയുന്നത്. സ്ത്രീത്വത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഏതായാലും ഇതിനെതിരെ വലിയ തോതിലുള്ള വിമർശനമാണ് ഉയർന്നു വന്നത്. ആ വിമർശനം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെ തന്നെ ഈ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആവശ്യപ്പെടുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അക്കാര്യത്തിൽ പോലീസ് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. കൊച്ചി ഡിസിപി ആണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ ഇത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് നൽകും. അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ഏതായാലും ഡിജിപിക്കാണ് ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പരാതി നൽകിയിരുന്നത്. ആ പരാതി കൊച്ചി ഡിസിപിക്ക് ലഭിക്കുകയും അതിനെ തുടർന്നാണ് ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും നാളെ ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അന്വേഷണം നടത്തും എന്നാണ് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ പറയുന്നത്. ധന്യ, നന്ദി സുബേ. കളമശ്ശേരി സിഐ തന്നെ പരസ്യമായി അപമാനിച്ചെന്ന് മിവ ജോളി ന്യൂസ് 18നോട് പറഞ്ഞു. നടപടി ഉണ്ടായില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകാനാണ് മിവയുടെ തീരുമാനം. സമരമുഖത്ത് നിൽക്കുന്ന സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അത് ഒറ്റപ്പെട്ട കാഴ്ചയല്ല. ഇന്നലെ കളമശ്ശേരിയിൽ ഇത്തരത്തിലൊരു സംഭവമുണ്ടായി. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാട്ടിയ എറണാകുളം കെഎസ്യുവിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയെ പോലീസ് കോളറിൽ പിടിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. എന്താണ് കാരണം എന്ന് നമുക്ക് മെവ ജോളിയോട് തന്നെ ചോദിക്കാം. CM ഇതിന് പാസ് ചെയ്ത് പോയതിന് ശേഷം അവിടെ യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഇല്ല. മാന്യമായി അറസ്റ്റ് ചെയ്ത് മാറ്റേണ്ട പോലീസ് ചെയ്തത് വളരെ ക്രൂരമായിട്ട്. അവിടെ വനിതാ പോലീസ് അവിടെ ഉണ്ടെന്നിരിക്കെ എന്നെ പിടിച്ചു മാറ്റുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന CI ഉദ്യോഗസ്ഥൻ അനാവശ്യമായി വരികയും ആവശ്യമില്ലാതെ എന്നെ മർദ്ദിക്കുകയും തലയിൽ അടിക്കുകയും മുടിയിൽ പിടിച്ചു വലിക്കുകയൊക്കെ ചെയ്ത് ആവശ്യമില്ലാതെ പ്രകോപനമുണ്ടാക്കി അസഭ്യം പറയുകയും പോടി എന്നെല്ലാം പറയുകയും എല്ലാം ചെയ്തു. ഇതിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഇതിനെതിരെ പരാതിയും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്ക DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതിൽ വ്യക്തമായിട്ടെല്ലാം ഉന്നയിച്ചിട്ടുണ്ട്. അതിനെതിരെ ഞാൻ അതുമായി ശക്തമായി തന്നെ മുമ്പോട്ട് പോകാനാണ് തീരുമാനിച്ചത്. ഏതായാലും മിവ ജോളി പറയുന്നത് ഇതുമായി ശക്തമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുന്ന, സ്ത്രീകൾക്ക് വലിയ സുരക്ഷ ഒരുക്കുന്നു എന്ന് പറയുന്ന കേരളത്തിലാണ് നടു റോട്ടിൽ ഇത്തരത്തിൽ ഒരു പെൺകുട്ടി അപമാനിക്കപ്പെടുന്നത്. ശ്യാംലാലിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 കൊച്ചി.